Hello friends, I'm Sprig and welcome to my YouTube channel Kerala Cuisine. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിന്ന് വന്നിരിക്കുന്നത് വെള്ളക്കടലൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ വീട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് കടല വെച്ചിട്ട് ഒരു അടിപൊളി മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ 240 ml കപ്പാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ 1.5 കപ്പ് കടല ഇന്നലെ രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണിത്. ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ടുള്ള കടല അത് നല്ലപോലെ കഴുകി കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടലയൊക്കെ വേവിക്കാൻ വെക്കുമ്പോൾ എപ്പോഴും കടലയുടെ മേലെ വെള്ളം നിൽക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഓരോ സ്ഥലത്ത് കിട്ടുന്ന കടലയുടെ വേവ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇവിടെ കിട്ടുന്ന ഈ കടല ഒരു 2-3 വിസിലിൻ്റെ ഉള്ളിൽ കുക്കായിട്ട് വരാറുണ്ട്. ഇതപ്പോൾ കടലൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു മസാല തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ വിൻ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ, ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ടാണ് വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മറ്റേത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് സബോള ചേർത്ത് കൊടുക്കാം. ഇതൊരു മീഡിയം സൈസിലുള്ള 2 സബോളയാണ് കേട്ടോ. ഇനി വലിയ സബോളയൊക്കെ ആണെങ്കിൽ 1 ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. ചതച്ചോ മുറിച്ചോ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറിയതാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളകൊക്കെ നമ്മുടെ സ്പൈസ് ലെവൽ അനുസരിച്ചിട്ട് നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. അധികം എരിവ് വേണ്ടെങ്കിൽ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് അതുപോലെ തന്നെ ഒരു ബ്രൗൺ കളറായിട്ട് വരട്ടെ. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം സ്പൈസി ആയിട്ടുള്ള മുളക് പൊടിയൊക്കെ ആണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളുടെയൊക്കെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി പാകമായിട്ട് വരണം. ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പം അതാ പൊടികളുടെയൊക്കെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. ഇനി ഈ കടലയിലുള്ള വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടൊന്ന് വരണം. ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ കറക്റ്റ് ഉപ്പായിട്ടാണ് കേട്ടോ തോന്നുന്നത്. ഇതപ്പോൾ കടലൊക്കെ നല്ല പോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ മസാലയൊക്കെ കടലയുടെ എല്ലാ ഭാഗത്തേക്കും നന്നായി പിടിച്ച് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇഷ്ടമില്ലെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിന് ശേഷം കുറച്ച് മല്ലിയില കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ല ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും അതുപോലെ തന്നെ നമ്മൾ ചുമ്മാ ഈവനിങ് ഒക്കെ ഇരിക്കുമ്പോൾ സ്നാക്സൊക്കെ കഴിക്കാൻ തോന്നില്ലേ, അപ്പൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണേ. നോർമലി ഞാനിത് കഴിക്കുന്ന ടൈമിൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ക്യാരറ്റ്, ബീട്രൂട്ട്, അതുപോലെ തന്നെ കുക്കുംബർ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിൽ ഗ്രൈറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് ഒനിയനും അതുപോലെ തന്നെ കുറച്ച് മല്ലിയുടെ ഇല ഇട്ടിട്ട് ഇത് സെർവ് ചെയ്യാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായില്ലേ? ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ വെജിറ്റബിൾസ്, കുക്കുംബറും ക്യാരറ്റും ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ല ഹെൽത്തി ആക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.